നിങ്ങൾക്കൊരു കഥ അറിയോ? എനിക്ക് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ബിജി എന്തുകൊണ്ട് നാട്ടിൽ മക്കൾ ഇത് കേൾക്കുമ്പോളെ കഴിഞ്ഞ ദിവസത്തേക്ക് 2 ദിവസം ആ കഥയാണ് ആശ്രമിച്ചിട്ട് പറഞ്ഞു. 2 പേര് വന്നു. അതിലൊരുത്തൻ എനിക്ക് വന്നവൻ്റെ കൂട്ടുകാരനാണ്. ഓക്കെ, കഥ കേട്ടോ. ആളുടെ പേരും ഡീറ്റെയിൽസും ഒന്നും ഞാൻ പറഞ്ഞില്ല. ഓക്കെ, അശ്വജിക്ക് അറിയാം, ഇസ്റുവിനും അറിയാം, ബട്ടറുവിനും അറിയാം. ഓക്കെ, ആ കഥ. കൂട്ടുകാരൻ വന്നു. അയാൾ എൻ്റെ അടുത്ത് വന്നു. ഞാൻ കിച്ചണിലായിരുന്നു. എന്നോട് പറഞ്ഞു, വിചേച്ചി ഞാൻ വരണ്ട കേട്ടോ, എനിക്ക് ഇന്ന് തന്നെ വേണം എന്ന് പറഞ്ഞു. ഓക്കെ, കേൾക്കും. എന്നിട്ട് അവൻ വന്ന്, ഞാൻ പറഞ്ഞില്ല, ഗിരിനോടും പറഞ്ഞു ഞാൻ ഈ കഥ. ഗിരിനോട് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു. അങ്ങനെ അവൻ വന്ന്. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ അവനും പറഞ്ഞത് എന്നെ എടുക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരൻ എന്താക്കി, ഷോപ്പിൽ ഇതിട്ടുണ്ട്, സോഫ ഇട്ടുണ്ട്, റെഡ് കളർ സോഫ. അപ്പോൾ റിസപ്ഷനിൽ ഉണ്ട്. അപ്പം ഞാൻ റിസപ്ഷനിൽ പോയിട്ട് ഞാൻ അവനെ എടുത്തു, കൂടെ ഉള്ളവനെ. എല്ലാം മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ഇന്ന ആളെ എനിക്ക് സെറ്റാക്കി തരുമോ എന്ന് ചോദിച്ചു. ആളുടെ പേരൊന്നും പറയില്ല. ഒരാളെ സെറ്റാക്കി തരുമോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ പരിപാടിയല്ലെന്ന് പറഞ്ഞു. അപ്പം അവന് താല്പര്യം ഉണ്ട് കേട്ടോ. അപ്പം എന്നോട് ഇപ്പം എൻ്റെ അടുത്ത് വന്നവൻ ചോദിക്കുകയാണ്, എൻ്റെ കൂട്ടുകാരന് കൂടെ വന്നവൻ കൂട്ടുകാരന് മറ്റോളോടാണ് താല്പര്യം, അവൻ അവളെ വേണം, ഇന്ന് സെറ്റാക്കി കൊടുക്കൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കത് ഇഷ്ടമല്ല, ഞാൻ അങ്ങനത്തെ പരിപാടിയല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവനെ ഇറങ്ങിപ്പോയിട്ട് കൂട്ടുകാരൻ പറഞ്ഞു എനിക്ക് ബീച്ചേച്ചിനെ വേണമെന്ന് തോന്നുന്നു. ബീച്ചേച്ചിനെ വേണമെന്നു. അപ്പം ഞാൻ എന്താക്കി, നൈരേ ഞാൻ നിന്നെ എടുക്കില്ല. ഓക്കെ, നിനക്ക് വേണ്ടുള്ള സ്ത്രീയുടെ അടുത്ത് പോയി കൊണക്കണം മൈരെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എടുത്തില്ല. മനസ്സിലായോ? ഞാൻ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയാണ്. ഞാൻ എടുക്കൂല. എനിക്ക് ഭയങ്കര വാശിയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു ബീച്ചേച്ചിനല്ല. അപ്പോൾ അവൻ പറഞ്ഞാൽ എനിക്ക് ബീച്ചേച്ചിനെ മതി. എന്നിട്ട് വേറെ ഒത്തിരി കാര്യം പറഞ്ഞിട്ട് അവളെ വേണം, അവളെ സെറ്റാക്കി. അങ്ങനെ പറയുന്ന വ്യക്തിയുടെ അടുത്തിട്ട് ബീച്ചേച്ചിനെ വേണ്ട, വേറൊരു സ്ത്രീനെ വേണ്ടെന്ന് പറഞ്ഞാൽ പുരുഷനെ ഞാൻ എടുക്കണോ വേണ്ടയോ? അങ്ങനെ പൊങ്ങത്തിൻ്റെ ആടുള്ളവന്മാർ പോട്ടേന്ന് വയ്ക്കും. എനിക്ക് ആ കാശ് വേണ്ടാന്ന് തന്നെ വയ്ക്കും. അല്ല അശോഭ ചേച്ചി? അല്ലേ? ഞാൻ എടുക്കൂല. എന്തിന്? ഞാൻ അങ്ങനെ അശോഭ ചേച്ചിക്ക് അറിയാം. ആടെ പേര് പറയത്തില്ല ഞാൻ. ഗിരിക്കും ഒരാളാരാന്ന്, അശോഭ ചേച്ചിക്കും അറിയാം, ബട്ടൂരിനും അറിയാം ആ ലേഡി ആരാണെന്ന്. മനസ്സിലായോ? ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എൻ്റെ സ്വഭാവം അതാണ്. ഞാൻ അങ്ങനെ വാശിയുള്ളവർക്കൊന്നും. പിന്നെ ആശുപത്രിക്ക് നന്നായിട്ട് അറിയാലോ ഞാൻ അങ്ങനത്തെ സ്വഭാവക്കാരിയാണെന്ന്. ഭയങ്കര വാശിയുള്ള ആളാണ് ഞാൻ. എനിക്കിപ്പോൾ അങ്ങനത്തെ കാശ് വേണ്ട. വേറൊരു പെണ്ണിനെ മനസ്സിൽ വെച്ചുകൊണ്ട് വേറൊരു പെണ്ണിനെ സെറ്റാക്കി കൊടുക്കാൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ എടുക്കുമോ? എന്നിട്ട് മസാജ് ചെയ്യുമ്പം ആ പെണ്ണിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ഇഷ്ടപ്പെടുവോ? ഞാൻ പറയും റിട്ടേൺ പൈസ കൊടുത്ത് ഇറങ്ങി എന്ന് പറയും. ഞാൻ അങ്ങനെ പറയണേ.